ഭരണകക്ഷിയിലുള്ള എംഎൽഎ വർക്കലയെ പ്രതിനിധാനം ചെയ്തിട്ടും വർക്കലയ്ക്ക് അവഗണനയെന്ന് വർക്കല ഡെവലപ്മെന്റ് അസോസിയേഷൻ. വർക്കലയുടെ അടിസ്ഥാന സൌകര്യ വികസനമാണ് അസോസിയേഷന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. വർക്കലയുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് അടിയന്തരമായി വർക്കല താലൂക്ക് രൂപീകരിക്കണമെന്നാണ് വർക്കല ഡെവലപ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. വർക്കല ടൂറിസ്റ്റ് സോൺ, ടി.എസ്. കനാൽ ദേശീയ ജലപാത, മോണോ റെയിൽ പദ്ധതി, വർക്കല സിവിൽ സ്റ്റേഷൻ എന്നിവ അടക്കമുള്ള അധികൃതരുടെ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കായി മാറിയെന്ന് ഡെവലപ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ പ്രതിഫലനമാണ് ബജറ്റിലുള്ളത്. ഭരണകക്ഷിയിലുള്ള എംഎൽഎ വർക്കലയെ പ്രതിനിധാനം ചെയ്യുമ്പോഴാണ് ഈ അവഗണന. വർക്കലയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് അസോസിയേഷന്റെ ലക്ഷ്യം. ഇതിന് രാഷ്ട്രീയ നിറമില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ആവശ്യം വളരെ ശാസ്ത്രീയമായി പഠിച്ച് അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന വർക്കല നഷ്ടപ്പെട്ടു പോയി, ഇല്ലാതെ പോയി എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഏപ്രിൽ 5 വൈകുന്നേരം വർക്കല മുനിസിപ്പൽ ടൗൺ ഹാളിൽ MP, MLA എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതു ചർച്ച നടത്തുമെന്ന് ഇവർ അറിയിച്ചു. അസോസിയേഷൻ ചെയർമാൻ P.K. വിദ്യാധരൻ, ജനറൽ കൺവീനർ K.K. രവീന്ദ്രനാഥ്, ട്രഷറർ മനു പുഷ്പാങ്കദൻ, കോവിലകം മണികണ്ഠൻ തുടങ്ങിയവരും മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. ACV ന്യൂസ്, വർക്കല.